ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു കുഞ്ഞി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? എന്തൊക്കെയാണ് അതിൽ നടന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇതേ എൻ്റെ മോളും എൻ്റെ വാപ്പിയും കൂടി എന്തെല്ലോ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് എൻട്രി ചെയ്തിട്ടാണ് ഞാനും ഉമ്മയും മോളും വാപ്പിച്ചൊക്കെ കൂടിയിട്ട്. ഇക്കൂസ് കൂടിയില്ല, ഇക്കൂസൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങും കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ബ്രൈഡിൻ്റെ അടുത്തും പോകണം. ബ്രൈഡാണെങ്കിലും ഗ്രൂം ആണെങ്കിലും രണ്ടും നമ്മളുടെ വീട്ടിലെ പിള്ളേരാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോണ കാര്യമാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇതിലും പറയുന്നത്. ഞാൻ ആ വീഡിയോ ഞാൻ അവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടി കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബ്രൈഡിൻ്റെ ഹോളിലേക്ക് നമ്മൾ എൻട്രി ആയി. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ വീട്ടിലെ ആൺപടകളാണ്. അതായത് വീട്ടിൽ കാക്കന്മാരും അളിയന്മാരും എൻ്റെ വാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കസിൻസാണ്, ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ കസിൻസും കാര്യങ്ങളും എല്ലാം ഇരുന്നത് ചായ ഒക്കെ പറഞ്ഞു കുറച്ച് പാട്ടൊക്കെ കാണും. ബ്രൈഡിൻ്റെയും മറ്റുള്ള കുട്ടികളുടെയും ഡാൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരും എൻ്റെ കസിൻസാണ് കേട്ടോ. ബ്രൈഡും കസിൻസാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണേ. അടിപൊളിയല്ലേ കാണാൻ. അപ്പോൾ അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണേ. പിന്നെ എല്ലാവരുടെയും നമ്മുടെ ഫുൾ വ്യൂ എങ്ങനെയാണ് ഹോളിൽ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് മിക്കവരും പോയിട്ടോ. കാരണം ടൈം ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയി കണ്ടിട്ടുണ്ടാവും. കാരണം വീട്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ അന്നത്തെ ദിവസം വീട്ടിലെത്തുമ്പോൾ കൊണ്ടുവന്നു എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 10 മണിയായപ്പോൾ നമ്മളുടെ സൗണ്ട് ഓഫ് ചെയ്യുമല്ലോ ഹോളിൽ. പിന്നെ സൗണ്ടൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. വീടെത്തിയപ്പോഴത്തേക്കും ഏകദേശം 12 മണി. കിടന്നുറങ്ങിയപ്പോഴോ 1 മണിയൊക്കെ കഴിട്ടോ. കാരണം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പോകണ്ടേ. അപ്പോൾ ഓക്കെ ബൈ, നാളെ കാണാവേ.